അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. രാവിലെ തന്നെ സോയ എണീറ്റ് വന്നിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അല്ലേ സോയ? അവൾക്ക് ഇന്ന് സെർലാക്കാണ് കൊടുക്കുന്നത്. അവളൊന്ന് നേരത്തെ എണീറ്റിരുന്നത്. അപ്പോൾ അവൾക്ക് ഫുഡൊന്നും കുറുക്കൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ നേരെ സെർലാക്ക് കൊടുക്കുന്നതാണ്. മാക്സി കാണിച്ചു കൊടുത്താൽ നല്ല മാക്സിയൊക്കെ ഇട്ടിരുന്നു. പിന്നെന്ന് ചായക്ക് കടിതാ ഓട്ടടാണ്. അപ്പോൾ ഞാൻ സോയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ ഉമ്മ അവിടെ ഓട്ടട ചൂടുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെ കിട്ടിയിന്. നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചെക്കനിതാ ഗൾഫിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഓൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ലോഗ് എന്തായാലും ഈ അടുത്തുണ്ടാവും. നമ്മൾ തൊട്ട അയൽവാസിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ചോക്ലേറ്റൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ സോയ്ക്ക് രണ്ടെണ്ണാളെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ. അവിടെ ഇരുത്താനും വേണ്ടിയിട്ട് താഴെ ഇരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അവളെടുത്ത് അങ്ങനെ നടക്കണം. പിന്നെ ഒരു മിഠായി തൊലിച്ചിട്ട് ഞാൻ അതിൻ്റെ കഷ്ണം അവളെ വായിൽ വെച്ച് കൊടുക്കുന്ന. വലിയ കഷ്ണം കടിച്ചിരിക്കണുള്ളു. എൻ്റെ കുട്ടീനൊന്ന് ഉറക്കട്ടെട്ടാ. ബാബ ഉറങ്ങണം. നമുക്ക് ഉറങ്ങണ്ടേ? അങ്ങനെ സോയ ഉറങ്ങി. ആളിന്ന് രാവിലെ നേരത്തെ എണീറ്റുണ്ടോ. അപ്പോൾ ഭയങ്കര ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഉറക്കം വന്നിട്ട് ഞാൻ നേരത്തെ ഫുഡ് കൊടുത്താണ്ട് ഉറക്കിട്ടോ. കുളിപ്പിക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഉറങ്ങി. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പരിപാടി നോക്കാം. ഇന്ന് ചിക്കൻ മന്തിയാണ്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിൻ്റെ റെസിപ്പി കാണാം. പിന്നെ കിച്ചണിലെത്തി പടുത ചിക്കനൊക്കെ എടുത്തിട്ട് കഴിക്കുന്നതാണ്. കുറച്ച് നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ ഐസൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ കഴുകി വൃത്തിയാക്കുന്ന. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്: ഒരു ഉള്ളി കട്ട് ചെയ്തത്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില, ഒരു ചെറിയൊരു തക്കാളി എടുത്തിങ്ങനെ. ഇനിതാ നമ്മുടെ സ്പൈസസ് ആണ് കേട്ടോ. 4 മാഗി ക്യൂബ് എടുത്തിങ്ങനെ. അതുപോലെ കുറച്ച് ഏലക്കായ, പിന്നെ ഗരം മസാലപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, ലാസ്റ്റ് ഈ ഒരു ചിക്കൻ്റെ കളർ കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ. ചിക്കൻ്റെ മസാല റെഡി ആയിക്കണേ. ഇനി ചിക്കൻ നേരെ അടുപ്പിലോട്ട് വെക്കാം. പിന്നെ ബസ്മതി റൈസ് കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ വേവിച്ചെടുത്തിട്ടാണ്. അപ്പം നമ്മൾ റൈസ് സെറ്റ് ആയിക്കണം. ഇതിനടിയിലായിട്ട് ടച്ചിങ്സിനുള്ള മയോണൈസ്, അതുപോലെ തക്കാളി ചട്നിയൊക്കെ റെഡിയാക്കിയിരിക്കണം. പിന്നെ ചിക്കനും അതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് റൈസിൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട്. ദമ്മിടുമ്പോൾ ഇനിയിപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ മുകളിലേക്ക്. ഇടയിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെയർ ഇട്ട് കൊടുക്കുക ചോറ്. അതിന് മുകളിലായിട്ട് മല്ലിയില, പിന്നെ ഫുഡ് കളറ്, ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കനൽ വെച്ചിട്ട് ഒന്ന് പുകയിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മളെ മന്തി സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. റൈസ് നല്ലൊരു ഓയിലി റൈസായിരുന്നു. അങ്ങനെ ഡ്രൈ ആവാതെ അത്യാവശ്യം നല്ലൊരു മസാലയോടൊക്കെ കൂടിയിട്ടുള്ളൊരു മന്തി തന്നെയായിരുന്നു കേട്ടോ. തക്കാളി ഉള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിതാ ഇരുന്നിട്ട് കഴിക്കുന്നതാണ്. സോയ്ക്കും 2 പറ്റ് കൊടുത്തിട്ടാണ്. ആളിങ്ങനെ എടുത്തിട്ടുണ്ടാവും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ സോയ്ക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ. ആൾക്ക് ഈ ഒരു ടൈമിൽ പഴം ചുട്ടതും അതുപോലെ പാലുമാണ് കൊടുക്കൽ. കുറച്ച് ടൈമാണ് കേട്ടോ ഓൾത് കൊടുത്ത് കഴിയണമെന്നുണ്ടെങ്കിൽ.
കുറച്ച് ചെറുതായിരുന്നു അങ്ങനെ കൊടുത്തു നോക്കും, നടന്ന് കൊടുത്തു നോക്കും, അങ്ങനെയൊക്കെ ആയിട്ട് വയറ്റിലെത്തിക്കാൻ കുറച്ച് പാടാണ്. പാല് പിന്നെയും കുടിച്ചോളും, പഴം തിന്നാനാണ് കേട്ടോ കുറച്ച് പാട്. പഴം കൊടുത്ത പാടന്നെ ഇതാ പാല് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇറക്കൂല, അതേപടി ഇങ്ങോട്ട് തുപ്പിപ്പോവും. അപ്പോൾ കുറച്ച് നേരം താളിരുത്തിയിട്ട് ഫുഡൊക്കെ കൊടുക്കലായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉൾക്ക് ചെറുതായിട്ട് ഉറക്കിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൊട്ടിലിട്ടതാണ്. ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓൾ എണീറ്റിക്കണേ. എന്നിട്ട് വീണ്ടും നല്ല കളിയിലായി. ഞാനിതൊരു ക്ലോത്ത് ഡൈപ്പറൊക്കെ ഇട്ടെടുത്തതാണ്. പിന്നെ കുറച്ച് ടോയ്സും വെച്ച് കൊടുത്തു. അതിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. അങ്ങനെ ഓളവിടെ ഇങ്ങനെ കളിക്കായിരുന്നു. ഞാൻ കുറച്ച് നേരം അങ്ങനെ താഴെ ഓളെടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഇതാ താഴേക്ക് ഇറങ്ങിയതായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഓർക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതാ കിച്ചണിലെത്തിയതായിരുന്നു. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നതാ മുട്ട പപ്സിൻ്റെ ഒരു മിനി വേർഷൻ കേട്ടോ. പപ്സ് അല്ലേനും എന്നാലും ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ദോശ പോലെ മൈദൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ പപ്സിൻ്റെ അതേ സെയിം ഫില്ലിങ് കേട്ടോ, മുട്ട പപ്സിൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആ മോൾസിയാണ്. അപ്പോൾ മോൾസി ഞാനും കൂടി ആട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന ഇടയിലായിട്ട് ഇതാ കുഞ്ഞോളും കുട്ടികളൊക്കെ വന്നിക്കണേ, മുത്തച്ചിയാണ്. അപ്പോൾ ഓരൊക്കെ വന്നിക്കണേ. അപ്പോൾ കുട്ടികളൊക്കെ ഇതാ ചായ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരുന്നു കേട്ടോ. ഓരെല്ലാവരും മുറ്റത്തിരുന്ന് കളിക്കായിരുന്നു കുട്ടികളൊക്കെ വന്ന പാടേനെ. അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ചിരുത്തി. പിന്നെ കുട്ടികൾക്ക് ചായക്ക് ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ ഓരോ ഗ്ലാസ്സിലൊക്കെ ഒന്ന് ആഫാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ അങ്ങോട്ട് ചായയൊക്കെ കുടിക്കുന്ന. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ കുഞ്ഞോളും കുട്ടികളും പോകാൻ ഇറങ്ങിയിരിക്കണം. പോകാൻ നേരത്തെ ഹൈനയും പപ്പൂസിനും വിരുന്ന് പാർക്കാൻ വിളിക്കുന്നതാണ് കേട്ടോ. നാളെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുട്ടികൾക്ക് രസമാണല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതായിരുന്നു. വിളിക്കുന്ന താമസത്തെ രണ്ടാളും വണ്ടിയിലെത്തിക്കണം. അപ്പോൾ ഞാൻ ഒരിക്കൽ രണ്ടാൾക്കുള്ളത് ആ ഡ്രസ്സൊക്കെ ആയിട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു, ഗേറ്റ് വരെ. സോയിനായിട്ടായിരുന്നു കേട്ടോ പോയിട്ടുള്ളത്. സോയത ഹൈക്ക് വണ്ടിക്ക് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാർ ഇത് അങ്ങോട്ട് തിരിഞ്ഞ പാടിനത് ആളെ ഫേസ് മാറിയിരിക്കണം കേട്ടോ. ഹൈയും പപ്പൂസോയിൽ പോയതോള് കണ്ടതാണല്ലോ. അപ്പോൾ അവൾക്ക് സങ്കടം വന്നിരിക്കണേ. അവളെ ഫേസ് കണ്ടപ്പോൾ തോന്നിയിട്ടാ. ഹൈനെ ഭയങ്കര കാര്യം കേട്ടോ. ഹൈ ഏത് നേരം ഇങ്ങനെ എടുത്ത് നടന്നുകൊണ്ടാണ്. ഹൈ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. പപ്പൂസിനെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഹൈനെ ഒന്നുകൂടി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ വ്ലോഗ് ഇതാ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ.